السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. അല്ലാഹു തആല ഒരുപാട് അമലുകൾ ചെയ്ത് ഈ റമളാനിനെ സജീവമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഴുവൻ ദിവസവും നോമ്പനുഷ്ഠിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കുറച്ച് ദിക്റുകൾ, ദുആകളാണ് പറയുന്നത്. വിശുദ്ധമായ റമളാനിൽ നമ്മൾ പതിവാക്കേണ്ട, നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. റമളാനിലെ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലേണ്ട ഒരു ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഇത് റമളാൻ 30ഉം ചൊല്ലേണ്ടതാണ്. അതുപോലെ ആദ്യത്തെ 10 ഇതിനോട് കൂടെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ ചൊല്ലുക. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതോടുകൂടെ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതൊക്കെ 3 തവണയാണ് ചൊല്ലേണ്ടത്. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്റും അതുപോലെ തന്നെ ശേഷം ഓരോ 10ലുമുള്ള ദുആയും അത് 3 തവണയാണ് നിസ്കാരങ്ങൾക്ക് ശേഷം അധികരിപ്പിക്കാം. ഒഴിവുള്ള സമയങ്ങളിൽ, കഴിയുന്ന സമയങ്ങളിലൊക്കെ അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റമളാനിലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യേണ്ട ഒരു ദുആയാണ് ഇനി പറയുന്നത്. ഇത് നമ്മൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹ്റൽ അലീമൽ മുബാറക ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വമശായിഖിനാ وأساتذنا من الديون والمظالم والنار. اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين وركوعنا ركوع الراكعين وسجودنا سجود الساجدين. ഈ ദുആ നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിനോട് കൂടെ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തേതിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ തുടങ്ങുന്ന ആ ദുആ. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ പ്രത്യേകമായി നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അവസാനത്തെ 10 ചൊല്ലേണ്ടതാണ്. അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു രാവിൽ പ്രത്യേകമായി അധികരിപ്പിക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇനി നോമ്പിൻ്റെ നിയ്യത്ത് പറയാം. നബൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാൻ ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാആയി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. അതുപോലെ തറാവീഹിൻ്റെ നിയ്യത്ത് നമുക്കൊക്കെ അറിയാം, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തറാവീഹിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? തറാവീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാആയി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമിനോട് കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു. ഇമാമായി നിസ്കരിക്കുകയാണ് എങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ തറാവീഹിൻ്റെ ഓരോ 2 റക്അത്തുകൾക്ക് ശേഷവും സല്ലു അലാ സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി എന്ന സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തറാവീഹിൻ്റെ ഓരോ 4 റക്അത്തുകൾക്ക് ശേഷവും ചൊല്ലേണ്ട ദിക്റാണ് ഈ പറയുന്നത്. അല്ലാഹുമ്മ സല്ലി അലൻ നബിയിൽ മുഖ്താരി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി 3 തവണ ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങുന്ന ആ ഒരു ദുആ ദിക്ർ 3 തവണ. പിന്നെ ഓരോ 10ലും നമ്മൾ നേരത്തെ പറഞ്ഞത് ഓരോ 10കൾക്കനുസരിച്ച് നമ്മൾ 3 തവണ 4 റക്അത്തിന് ശേഷം ചൊല്ലുക.
അപ്പോൾ തറാവീഹിലെ ഓരോ 4 റക്അത്തുകൾക്ക് ശേഷവും ഈ സ്വലാത്തും ഈ ഒരു ദിക്റുകളും ദുആകളും ചൊല്ലുക. ഇനി തറാവീഹിന് ശേഷമുള്ള തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദുആയാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. എന്നിട്ട് കാണാതെ പഠിക്കാൻ മനഃപ്പാടമാക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. اللهم إن لك في كل ليلة من ليالي شهر رمضان أتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من أتقائك وطلقائك وخلصائك وأمنائك من النار اجعلنا يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ഇതിനോട് കൂടെ നമുക്കും നമ്മുടേതായ ദുആകൾ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വിത്ർ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദുആ, ചെയ്യേണ്ട ദുആ എന്താണ്? ഇത് കൂടി നമ്മൾക്ക് പറയാം. വിത്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ 3 തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയുക, എന്ന തസ്ബീഹ് ചൊല്ലുക. അതിനുശേഷം ദുആ ചെയ്യുക. ഒരു ഫാത്തിഹയും അതുപോലെ തന്നെ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി അഥവാ സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ഓതിയതിനു ശേഷം ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا. اللهم تمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതായ ദുആകൾ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി അത്താഴ സമയത്ത് ചെയ്യേണ്ട നിയ്യത്ത്. അത്താഴ സമയത്ത് ചെയ്യേണ്ട നിയ്യത്ത്. നോമ്പിൻ്റെ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു. അത്താഴം കഴിക്കുമ്പോൾ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ ഒരു അത്താഴത്തിൻ്റെ പ്രതിഫലം, ഒരു സുന്നത്ത് നമുക്ക് കിട്ടും. അത് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. അത് നമ്മൾ മറക്കാതെ നിയ്യത്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കുക. നോമ്പ് തുറന്നതിന് ശേഷം ഈത്തപ്പഴവും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലുക. വെള്ളം കൊണ്ട് നോമ്പ് തുറന്നാൽ, അഥവാ ഈത്തപ്പഴം കഴിച്ചു, ഇനി വെള്ളം കൊണ്ടുകൂടി നോമ്പ് തുറന്നാൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലുക. അതുപോലെ തന്നെ ഇനി തറാവീഹ് നിസ്കരിക്കേണ്ട രൂപമാണ് പറയുന്നത്. എങ്ങനെയാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്? തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു, നേരത്തെ പറഞ്ഞല്ലോ, എന്ന് നിയ്യത്ത് ചെയ്ത ശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജഹ്തുവും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിന് ശേഷം റുകൂവും ഇഅ്തിദാലും സുജൂദ് നിർവഹിച്ച് 2 റക്അത്ത് പൂർത്തിയാക്കുന്നു. ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലി നേരത്തെ പറഞ്ഞല്ലോ, വീണ്ടും 2 റക്അത്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കരിക്കുക. അങ്ങനെ 4 റക്അത്തിന് ശേഷം നേരത്തെ പറഞ്ഞ ദിക്റും ദുആയും ചെയ്യുക.
അതുപോലെ അങ്ങനെ ഇപ്രകാരം തന്നെ 20 റക്അത്ത് പൂർത്തിയാക്കുന്ന ഒരു രൂപമാണ് തറാവീഹിനുള്ളത്. 20 പൂർത്തിയാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ തറാവീഹിന് ശേഷമുള്ള ദുആയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ നമുക്കൊക്കെ സിമ്പിളായിട്ടുള്ള നമ്മളൊക്കെ നിസ്കരിക്കാറുള്ളൊരു രൂപം തന്നെയാണ്. അതുപോലെ തന്നെ വിത്ർ നിസ്കരിക്കുന്ന രൂപം. എങ്ങനെയാണ് വിത്ർ നിസ്കരിക്കേണ്ടത്? തറാവീഹ് നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് വിത്ർ നിസ്കരിക്കേണ്ടത്. എന്താണ് വിത്റിൻ്റെ നിയ്യത്ത്? വിത്ർ എന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ശേഷം വജ്ജഹ്തു, ഫാത്തിഹ, അങ്ങനെ സൂറത്ത് ഓതി. സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. മൂന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത് ഇഖ്ലാസ് മുഅവ്വിദത്തൈനി, ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഓതുക, പിന്നെ ഫലക്കും നാസും ഓതുക. ഇതാണ് മൂന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നീട് ഒറ്റയായി 1 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായ രൂപം. അപ്പോൾ അവസാനത്തെ ആ 1 റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനി അഥവാ ഫലക്കും നാസും ആണ് ഓതേണ്ടത്. വിശുദ്ധമായ റമളാനിലെ 15-ാം രാവ് മുതൽ വിത്തറിൻ്റെ 3-ാം റക്അത്തിൻ്റെ ഇഅ്തിദാലിന് ശേഷം സുബ്ഹി നിസ്കാരത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഖുനൂത്തുണ്ടല്ലോ, ആ ഖുനൂത്ത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ അഫൈത് എന്ന് തുടങ്ങുന്ന ഖുനൂത്ത് നമ്മൾ റമളാൻ 15-ന് ശേഷം അഥവാ പകുതിയുടെ ശേഷം നമ്മൾ പതിവാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു തആല ഇതൊക്കെ അനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ വീഡിയോ ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ച ഒരു വീഡിയോ ആണ്. ദുആകളും അതുപോലെ ദിക്റുകളൊക്കെ ഇത് നമ്മുടെ ബന്ധത്തിലുള്ള ആളുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ മറ്റുള്ളവരിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്. അൽഹംദുലില്ലാഹ്, പള്ളികളിൽ പോകുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഇമാം ദുആ ചെയ്യും, അവർ ആമീൻ പറയും. പക്ഷേ സ്ത്രീകൾ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യാനും എല്ലാം ഇത് വലിയ ഉപകാരമാകുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ബന്ധത്തിലുള്ള ആളുകളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരായി മാറുക. ഈ വിശുദ്ധമായ റമളാൻ അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഒരുപാട് അമലുകൾ ചെയ്യാനും മറ്റുള്ളവരോട് ചെയ്യിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വിശുദ്ധമായ റമളാൻ ഖുർആനോത്തിൻ്റെ മാസമാണ്. ഒരുപാട് ഖത്മുകൾ തീർക്കണം. മിനിമം ചുരുങ്ങിയത് 1 ഖത്മെങ്കിലും തീർക്കണം. അത് തെറ്റില്ലാതെ ഓതണം. തെറ്റോടുകൂടെ ഓതിയാൽ അതിന് കാര്യമില്ലല്ലോ. അപ്പോൾ തെറ്റാതെ 1 ഖത്മ് നമുക്ക് തീർക്കാൻ കഴിയണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ ഖുർആൻ ഖത്മ് പൂർത്തിയാക്കുന്ന ഓരോ ജുസുകൾ ഉസ്താദ് ഓതി തന്ന് നല്ല രൂപത്തിൽ നമുക്ക് കൂടെ ഓതാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖത്മുകൾ തീർക്കുന്നവർ തെറ്റില്ലാതെ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക.